പാലായിൽ ഭരിക്കുന്ന മുന്നണിക്കെതിരെ 3 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നു. ആ 3 പേരും വിജയിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു മധുരപ്രതികാരം തന്നെയാണോ? അതെ, മധുരപ്രതികാരം എന്നല്ല, നമ്മൾ മുമ്പോട്ട് വെച്ച ആശയങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു, ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ കേരളം മൊത്തം നോക്കുന്നത് ഈ പാലായിൽ ഈ 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എങ്ങോട്ട് എന്നുള്ളതാണ്. അതൊരു വലിയ ചോദ്യമല്ലേ? അതെ, ചോദ്യം തന്നെയാണ്. എങ്ങോട്ടാണെന്നുള്ളത് ഞങ്ങൾ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂച്ചുവലങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ മുന്നണിയോട് ഞങ്ങൾ പിന്തുണയും ചോദിച്ചിട്ടില്ല. പൂർണ്ണ സ്വതന്ത്രരായിട്ടാണ് ഞങ്ങൾ മത്സരിച്ചത്. ചില രാഷ്ട്രീയ കക്ഷികളും ചില മുന്നണികളൊക്കെ ഞങ്ങൾക്ക് പിന്തുണ തരുമ്പോഴും ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിരുന്നു, തിരഞ്ഞെടുപ്പാണ്, ആര് പിന്തുണ തന്നാലും സ്വീകരിക്കും. അതിൽ കവിഞ്ഞ യാതൊരു ചർച്ചയും തെരഞ്ഞെടുപ്പിന് മുമ്പോ ഇന്നലെ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആശയം, ഞങ്ങൾ വളരെ വ്യക്തമായ ആശയത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. കേവലം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതികാരത്തിനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇതായിട്ട് മത്സരിച്ചതല്ല. അപ്പം ഞങ്ങൾ മുമ്പോട്ട് വെച്ചേക്കുന്ന ആശയം അംഗീകരിക്കുന്ന മുന്നണി ഏതാണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പ്രദേശത്ത് വികസനം എത്തിക്കാൻ ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മുന്നണി ഏതാണോ അവരുമായിട്ടായിരിക്കും നമ്മൾ സഹകരിക്കുന്നത്. ഈ മുന്നണികൾ സമീപിച്ച് തുടങ്ങിയോ? ഏറെ ദിവസങ്ങളിൽ സമീപിച്ചു. അത് ഇന്നലെ തന്നെ സമീപിച്ചു. ഇരു മുന്നണികളും അത് അവരുടെ ഉയർന്ന സംസ്ഥാന ലെവലിലുള്ള മുതിർന്ന നേതാക്കന്മാർ തന്നെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരോടും ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് എടുത്തുചാടി ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ 3 വാർഡിലെ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് വിജയിപ്പിച്ചതാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി. അവരെ വിളിച്ചു ചേർത്ത് അവരുടെ മനസ്സറിഞ്ഞ് ഒരു തീരുമാനം എടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓഫറുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ അവർ? അതിലേക്കൊന്നും ചർച്ചയിലേക്കൊന്നും പോയിട്ടില്ല. ഓഫറുകളെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൂടാതെ ഭരിക്കാൻ പറ്റത്തില്ല എന്നൊരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഉള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് വാഗ്ദാനങ്ങളോ ഓഫറോ എന്തോ അവനെ പേരിട്ട് വിളിച്ചാലും ചില കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുമായിരിക്കും. അതിനായിരിക്കും നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ യാതൊരു ചർച്ചയും ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പാലയുടെ നിലവിലെ സാഹചര്യത്തിൽ ഒരു 21 വയസ്സുകാരി ചെയർപേഴ്സൺ ആവാനുള്ള സാധ്യതയാണ്. അത് തന്നെയാണ് തെളിഞ്ഞു നിൽക്കുന്നത്. അതിൽ വലിയ സംശയങ്ങളൊന്നുമില്ല. കാരണം നിങ്ങളുണ്ടെങ്കിലേ ഭരിക്കാൻ കഴിയുള്ളൂ. അത്തരത്തിൽ ചെയർപേഴ്സൺ ആവാൻ കഴിഞ്ഞാൽ, 21-ാം വയസ്സിലാവാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നത്? പാലയിൽ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. എനിക്ക് ആദ്യം തന്നെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർക്കും പ്രാർത്ഥിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഞാൻ ഒരു നന്ദി പറയുന്നു. അവരുടെയൊക്കെ കാരുണ്യം കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ചെയർപേഴ്സൺ ആകാൻ പറ്റിയാൽ അത് എനിക്ക് ദൈവം നിശ്ചയിച്ച ഉള്ളൊരു കടമ പോലെ ഞാനത് പൂർണ്ണ എൻ്റെ പരമാവധി ഞാൻ മാക്സിമം എൻ്റെ പ്രയത്നം ഉപയോഗിച്ച് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ വികസനങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു? എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ബെറ്റർ ആക്കണം എന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇവിടെ ആനുകൂല്യങ്ങൾ, കുറച്ച് ഫണ്ടുകൾ, ഇതെല്ലാം ജനങ്ങളുടെ ബെറ്റർമെൻറ്റ്, അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവരുടെ നന്മയ്ക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പഠനവും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനും തന്നെയാണോ പദ്ധതി? എനിക്ക് MBA എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. എന്തായാലും അത് ചെയ്യണം. അതിപ്പോൾ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കും. മറ്റെന്തെങ്കിലും ഭാവി പദ്ധതികൾ വേറെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ? എൻ്റെ ഭാവി പദ്ധതികളോ? MBA ചെയ്ത് കഴിഞ്ഞ് ഒരിക്കലും എപ്പോഴേലും എൻ്റേതായിട്ടുള്ളൊരു സംരംഭം തുടങ്ങണം. അതിലൂടെ ആൾക്കാർക്ക് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെയാണ്. ഞാൻ ഡിഗ്രി ആണെങ്കിലും എക്കണോമിക്സ് ആയിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം. ഇത് തന്നെയാണ്. എന്തായാലും അത് മൂന്നാമതായിട്ട് ജയിച്ചു വന്ന ഒരാൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 3 പേര് വിജയിച്ചു. അപ്പോൾ മുന്നണികൾ മുന്നോട്ട് ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് സമീപിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ അതേ ഒരു രീതിയിൽ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ച കുറേ കാര്യങ്ങൾ അതവർ അംഗീകരിച്ചു. അപ്പോൾ അവർ ഇങ്ങോട്ട് നമ്മളെ കാണിച്ച വിശ്വാസം ഞങ്ങൾക്ക് അതുപോലെ തന്നെ തിരിച്ചും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തീർച്ചയായും അവരുടെയും കൂടെ അഭിപ്രായം തേടിക്കൊണ്ട് അവരുടെ കൂടെ വിശ്വാസത്തിലെടുത്തുള്ളൊരു തീരുമാനമേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തുള്ളൂ. അതായത് ചെയർപേഴ്സൺ മാത്രമാണ് സംവരണം ഉള്ളത്, മറ്റേ വൈസ് ചെയർപേഴ്സൺ വരുമ്പോൾ സംവരണമില്ല. അതുകൂടി ഉണ്ടാവുമോ? എത്തരത്തിലുള്ള സാധ്യതയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ചയിൽ നമുക്ക് തീരുമാനിക്കാം. ഇത് പെട്ടെന്ന് എടുത്തിയാടി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്താണെങ്കിലും ഞങ്ങൾ 3 പേരും കൂടിയാണ് ഓരോ വാർഡിലും ചെല്ലാൻ പോകുന്നത്. ഇപ്പം ഞാൻ ജയിച്ച 13-ാം വാർഡിൽ ഞാൻ മാത്രമല്ല പോകുന്നത്. മോള് ജയിച്ചതും ബിനു ജയിച്ചതും ഞങ്ങൾ ആ 3 വാർഡിൽ ഞങ്ങൾ 3 പേരുടെ ചെല്ലും. അവരുമായിട്ട് മനസ്സറിഞ്ഞിട്ട് അവരുമായിട്ട് സംബന്ധിച്ച് അവരുടെ അഭിപ്രായം അറിഞ്ഞേ ചെയ്യത്തുള്ളൂ. അതുതന്നെയാണ്. എന്തായാലും വിജയിച്ച 3 സ്ഥാനാർത്ഥികൾ, അതായത് ഒരു ഭരിക്കുന്ന മുന്നണി, ആ മുന്നണിക്കെതിരെ മത്സരിക്കുന്നു, ആ മത്സരിച്ചിൽ വിജയം നേടുന്നു. ആ മുന്നണികൾക്ക് ഇനി പാലായിൽ ഭരിക്കണമെങ്കിൽ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ 3 പേർ തീരുമാനിക്കും പാലായിൽ ആര് ഭരിക്കണം എന്നുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.